കോട്ടയം ഏറ്റുമാനൂരിൽ റെയിൽവേ ട്രാക്കിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ അമ്മയും 2 പെൺമക്കളുമായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ പോലീസ് സംശയിക്കപ്പെടുന്നത്. എന്നാൽ ഇവരാരാണ്, ഇവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച നിലവിൽ വ്യക്തതകൾ ലഭിച്ചിട്ടില്ല. ഇവരാരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും ഇന്ന് പുലർച്ചെ 5:30 അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ലോക്കോ പൈലറ്റാണ് പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിൻ കടന്നുപോയ സമയത്ത് 3 ആളുകൾ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് വിവരം ലഭിച്ചത്. അവരെ ട്രെയിൻ തട്ടുകയായിരുന്നു. പിന്നീട് ഏറ്റുമാനൂർ പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് കുറച്ചപ്പുറത്തായി വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ട്രെയിൻ ഇടിച്ചതോടുകൂടി മൃതദേഹം ചിന്നിച്ചിതറിയ ഒരു അവസ്ഥയിലായിരുന്നു. ഇവരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും അടക്കം ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതൊരു സ്ത്രീയും 2 പെൺകുട്ടികളുമാണ് എന്നൊരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. പക്ഷേ ഇവരാരാണ് എന്നത് സംബന്ധിച്ച ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. നിലവിൽ പോലീസ് അക്കാര്യത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും രാവിലെ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്നൊരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇതാരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. സമീപ പോലീസ് സ്റ്റേഷനുകളിലടക്കം ഇത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മഹത്യയാകാനുള്ള സാധ്യതയാണ് എന്ന് തന്നെയാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാര്യം വിജനമായ ഒരു സ്ഥലമാണ്. അത്തരത്തിൽ അവിടെ ആളുകൾ ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യമുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിൽ പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് പറയുന്നത് മാത്രമാണ്. ഇനി ഇതാരാണ് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് ആത്മഹത്യ ആണെങ്കിൽ എന്താണ് അത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്താണെങ്കിലും അതിദാരുണമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് വരുന്നത്. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടി 5:30 ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിൻ കടന്നുപോയ സമയത്ത് റെയിൽവേ ട്രാക്കിൽ വിജനമായ സ്ഥലത്ത് ഇവർ നിൽക്കുകയായിരുന്നു. ഇവരെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ലോക്കോ പൈലറ്റ് തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നിലവിൽ പോലീസ് നൽകുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളുമാണ്. ഇതിൽ ഒന്ന് തീരെ ചെറിയ കുട്ടിയാണ്. ഒരു 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അത്രത്തോളം മാത്രം പ്രായമുള്ള ചെറിയ കുട്ടിയാണ് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അമ്മയും 2 പെൺമക്കളുമാണോ എന്നൊരു സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഇതാരാണ് എന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. വരും മണിക്കൂറുകളിൽ അധികം വൈകാതെ തന്നെ ഇവരാരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.